ഡാ ഞാൻ ദേ ഇവിടെ തന്നെ ഉണ്ട്. നീ പൂത്തിരി എത്തണതിന്റെ അവിടെ ശരിക്കും നോക്ക് നീ. ശിവ, ഞാൻ ദേ ഇവിടെ, ഇങ്ങോട്ട് പോര്. എത്ര നേരമായിന്നറിയോ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഒരു പെഗ് അടിക്കാൻ വേണ്ടിട്ട് ഇവിടത്തെ സ്മെല്ലൊക്കെ കേട്ട് ആകെ കൊത്തി മൂത്തിരിക്കാം ഞാൻ. എടാ, ഈ മദ്യപാനൊന്നും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, നിനക്കതൊന്നും അറിഞ്ഞൂടെ? അയ്യോ വേണ്ട 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 വേണ്ട, നിന്റെ ഉപദേശം കേൾക്കാനുള്ള മൂഡിലല്ല മച്ചാനെ ഞാൻ. എനിക്ക് എങ്ങനെയും ഒന്ന് രണ്ടെണ്ണം അടിച്ച് ഓഫായാൽ മാത്രം മതി. ഈ വക പുരാണമൊക്കെ നീ നിന്റെ പേഷ്യൻസിന്റെ എടുത്താ മതി പൊന്നു ഡോക്ടറെ. ചേട്ടാ, 1 പെഗ് വോഡ്ക ആൻഡ് ഓറഞ്ച് ജ്യൂസ്. ഓക്കെ സാർ. എടോ വെയിറ്ററേ, 2 പെഗ് കൂടെ. സോറി മാഡം, മാഡം ഓൾറെഡി ഫിറ്റ് ആണ്, ഇനി ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. എന്താടോ തനിക്ക് തന്നാല്? ഞാൻ എൻ്റെ കാശ് കൊണ്ടല്ലേ കുടിക്കുന്നത്, പിന്നെ തനിക്കെന്തുവാ? എന്റെ അമ്മ ഏതടകള്. എന്താണ് ഡോക്ടർ സാറിന്റെ മുഖത്തൊരു ചിരി? അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നല്ലല്ലോ. കുടിക്കുന്ന ആളെ ഉപദേശിച്ച് നേരാക്കുന്ന ആള് ആദ്യമായിട്ട് ഒരാൾ കുടിക്കണം കണ്ടിട്ട് ചിരിക്കുന്ന ആളിനെ. അങ്ങനെ ഉപദേശിച്ച് നേരാക്കാനും മാത്രം അവനെന്റെ ആരുമല്ലല്ലോ. അങ്ങനെ ആരെയിലൊക്കെ ആയിരുന്നേൽ ഡെഫിനറ്റ് ആയിട്ട് അവളെ ഞാൻ മാറ്റിയെടുത്തേനെ. എടാ, നീ എൻ്റെ കൂടെ നാട്ടിലോട്ട് പോരുന്നുണ്ടോ? എന്തായാലും ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാം. ആ, കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞാൻ എന്തായാലും എത്താം. ഇപ്പം എന്തായാലും നീ മാത്രം പോയാൽ മതി, അതാ നല്ലത്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുത്ത് വരാന്ന് പറയുന്നത് എന്തായാലും നടക്കണ കാര്യം. നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷമായേനെ. ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട് ആൾക്ക്? ഏയ് പേടിക്കാനൊന്നും ഇല്ലടോ, ഷീസ് ഫൈൻ. പിന്നെ ഇതൊക്കെ തനിക്ക് അറ്റൻഡ് ചെയ്യാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ ഇങ്ങോട്ട് വെറുതെ കൊണ്ടുവന്നേ? അത് പിന്നെ ഞാൻ എന്തോ ആക്സിഡന്റ് ആയപ്പോൾ പെട്ടെന്ന് പാനിക്കായി പോയി. പിന്നെ താനിവിടെ കൊണ്ടുവന്നുകൊണ്ട് പറയുമോ? ആ കൊച്ചു ഫുള്ള് വെള്ളമാണല്ലോടോ. ഓ, ഇങ്ങനെ അടിക്കൂ പെൺപിള്ളേര്. എങ്കിൽ എന്നാ ശരി, ആ ട്രിപ്പ് കഴിഞ്ഞാൽ കൊണ്ടുപോവാം. പ്ലീസ് ജസ്റ്റ് എൻഡ് ദിസ്. നിന്നെപ്പോലെ ആരോരില്ലാത്തൊരു പെണ്ണിനെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ആനന്ദ് പ്ലീസ്, എനിക്കെല്ലാം അറിയാവുന്നത്. ആനന്ദ് ആനന്ദ് ആനന്ദ്. എടോ, താൻ ഓക്കെ അല്ലേ? ഓക്കെ? അയ്യോ, ഞാനിതെവിടാ? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ആരാടോ താൻ? സത്യം പറഞ്ഞു. എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതല്ലേ? സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കും. ഇതിപ്പോ കൊള്ളാം, കുടിച്ച് വെളിവില്ലാതെ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ചാടിയതും പോരാ, എന്നിട്ട് ഹോസ്പിറ്റലിലും കൊണ്ടുപോയി എന്നെ വീട്ടിലും കയറി താമസിപ്പിച്ചു. എന്നിട്ട് കുറ്റം മൊത്തം എനിക്ക്. തന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞു. തൻ്റെ കാശ് എത്രയാണെന്ന് പറ, ഞാൻ അതങ്ങോട്ട് തന്നേക്കാം. ഓ, ഇയാൾ കാശ് ചോദിച്ചാൽ ഞാനിപ്പോൾ എവിടെ നിന്നെടുത്ത് കൊടുക്കും? ഇന്നലത്തെ അറുമാതിക്കല്ല എല്ലാം കഴിഞ്ഞില്ലേ, 10 പൈസ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു 50,000. 50,000? എന്താ, ക്യാഷ് തരുന്നില്ലേ? ക്യാഷ് തന്നാൽ അപ്പം തന്നെ ഇവിടുന്ന് പോവാം. ഓ, തൻ്റെ ഒരു കാശ് ഞാൻ തന്നേക്കാം. ഇപ്പം എന്തായാലും എൻ്റെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല, കിട്ടുമ്പോൾ തരാം. ഓക്കെ ശരി. എൻ്റെ ഒരു കാര്യം ചെയ്യ്, താൻ എവിടെ വർക്ക് ചെയ്യണേന്ന് പറ. പിന്നെ തൻ്റെ അഡ്രസ്സ് എന്തായോ? താൻ തരുമെന്ന് എനിക്കൊരു ഉറപ്പ് വേണമല്ലോ, അതിനാ. ഏത് നേരത്താണ് അവ എനിക്ക് ജോലി റിസൈൻ ചെയ്യാൻ തോന്നി? ഇനി എങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലും? അങ്ങനെ വിളിക്കാനുള്ളത് ഫുള്ള് വിളിച്ചില്ലേ? എടാ ശിവ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താടാ? നീ ആ മദർ പറയുന്നത് കേട്ടേവളെ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചോ? ഒടുക്കം നിനക്ക് തന്നെ ഇത് വയ്യാവിലി ആവരുത്. എടാ, അത് പിന്നെ
പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഇവർ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതായിരിക്കില്ലടാ. പിന്നെ അവളെ കണ്ടറിഞ്ഞൂടെ എന്തോ പ്രശ്നത്തിലൊക്കെ പെട്ട് വന്നതാന്നല്ലേ പറഞ്ഞ്. നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കാം. എടാ, അറ്റ്ലീസ്റ്റ് നമുക്ക് അവളുടെ കുടിയെങ്കിലും ഒന്ന് നിർത്താൻ നോക്കിക്കൂടെ? ഇതുപോലുള്ള എത്രയോ പേഷ്യൻസിനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും കണ്ടാൽ പോരെ? എടാ, അവരൊക്കെ ഇതുപോലാണോ? ഇത് പിന്നെ ആരും ചോദിക്കാനോ പറയാനോ ഇല്ലാത്തൊരു കുട്ടിയാവുമ്പോൾ. എടാ, അവൾക്ക് ചുറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവള് ഇങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് അവളുടെ ആരെങ്കിലുമൊക്കെ ആവാനൊന്ന് ശ്രമിച്ചൂടെ? പിന്നെ നമ്മൾ ആ മദറിനെ കോണ്ടാക്ട് ചെയ്ത കാര്യം ഇപ്പോൾ അറിയണ്ട. നീ പറഞ്ഞത് ശരിയാ, ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. എന്തായാലും നിന്റെ കൂടെ ഞാനുണ്ട്. ഇനിയിപ്പോൾ അവളെ എന്ത് പറഞ്ഞിവിടെ പിടിച്ചു നിർത്തും? ഓ എൻ്റെ ഈശ്വര, യുവമാർക്ക് ഇവിടെ വെപ്പും കൂടിയൊന്നുമില്ലേ? വിശന്നിട്ട് എൻ്റെ അണ്ടകടാഹം കത്തുന്നു. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ? എൻ്റെ ക്യാഷ് അപ്പോൾ തരും? അത് പിന്നെ എനിക്കിപ്പോൾ ജോലിയില്ല. ജോലി കിട്ടിയ ഉടനെ തരാം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. തനിക്കിനി എപ്പോൾ ജോലി കിട്ടാൻ? അതല്ലാതെ എൻ്റെ കയ്യിൽ തനിക്ക് തരാൻ 10 പൈസ ഇല്ല. ഈ ഒരു കാര്യം ചെയ്യാം, തനിക്ക് ക്യാഷ് റെഡി ആവുന്നവരെ ഇവിടെ നിൽക്കാം. പക്ഷേ ഇവിടുത്തെ എല്ലാ ജോലികളും നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അയ്യടാ, ഞാനൊന്നും നിൽക്കില്ല അവിടെ, അതും തൻ്റെ കൂടെ. ഇയാൾ എന്തായാലും നന്നായിട്ടൊന്ന് ആലോചിക്കും. എന്നിട്ട് യെസ് ആണെങ്കിൽ താഴേക്ക് ഫുഡ് കഴിക്കാൻ പോരെ? എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ? നീ പരീക്ഷിക്കുകയല്ലേ ദൈവമേ. നിനക്ക് പരീക്ഷിക്കാൻ പറ്റുന്നിടത്തോളം നീ പരീക്ഷിക്കേ. എല്ലാം അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചല്ല ഞാൻ. എന്നിട്ടും വീണ്ടും എനിക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ? എടോ, താനിവിടെ എന്താലോചിച്ചിരിക്കുക? ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. ഇവിളിത് എന്തോറാടാ കഴിക്കണേ? ഇനി വല്ലതും ബാക്കിയുണ്ടാവോ?